ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോർക്ക ഐ ഡി കാർഡിനെ കുറിച്ചാണ്. അത് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് എങ്ങനെ ഐ ഡി കാർഡ് കരസ്ഥമാക്കാം എന്നതിനെ കുറിച്ചാണ്. നോർക്ക ഐ ഡി കാർഡിന് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഏതൊരു പ്രവാസിക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികൾക്കും ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും സ്റ്റുഡൻസുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ നോർക്ക ഐ ഡി കാർഡ് ഒരു തിരിച്ചറിയൽ കാർഡായും ഉപയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യം വ്യക്തിഗത അപകട ഇൻഷുറൻസ്. 5 ലക്ഷം വരെ ഇൻഷുറൻസ് കിട്ടാവുന്ന വ്യക്തിഗത അപകട ഇൻഷുറൻസ് പരിരക്ഷ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൂടാതെ കുടുംബാംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് കവറേജ്, മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ധനസഹായം എന്നിവയ്ക്കും നമുക്ക് ഈ നോർക്ക കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോർക്കയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും എങ്ങനെ നോർക്ക ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യാമെന്നും നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളുടെ ഒരു മൊബൈലിലോ ടാബിലോ കമ്പ്യൂട്ടറിലായാലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തു വരുന്ന പേജിൽ അതിൽ സെർച്ച് ബട്ടണിൽ നോർക്ക റൂട്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. നോർക്ക റൂട്ട്സ് എന്ന് സെർച്ച് ചെയ്ത് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ കയറി നോർക്ക റൂട്ട്സ് എന്ന് വരുന്ന ഫസ്റ്റ് വരുന്ന ലിങ്കിൽ കയറുക. അങ്ങനെ അതിൽ കയറിയാൽ നമ്മൾ അതിൻ്റെ ഹോം പേജിലേക്ക് പോകും. ഹോം പേജിൽ നമുക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ സൈൻ ചെയ്ത് നമുക്ക് തുടരാം. നമ്മളിപ്പോൾ ആദ്യമായി നോക്കുന്നത് സൈൻ അപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. അതിനായി നമ്മൾ സൈൻ അപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ പേജ് ഇങ്ങനെ ആയിരിക്കും. രജിസ്റ്റർ, ക്രിയേറ്റ് ന്യൂ നോർക്ക അക്കൗണ്ട്. പിന്നെ അതിൽ കാണിക്കും എക്സിറ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ. ആദ്യം രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് തുടരാവുന്നതാണ്. ന്യൂ അക്കൗണ്ട്, ഫസ്റ്റ് നെയിം, അതായത് നമ്മൾ പാസ്പോർട്ടിലുള്ള രൂപത്തിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം കൊടുക്കുക. പിന്നെ നമ്മൾ അബ്രോഡാണോ, കേരള, അതർ സ്റ്റേറ്റ് ആണോ, സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. കേരളത്തിന് മറ്റ് സ്റ്റേറ്റുകളിലുള്ളവരാണെങ്കിൽ NRK അതർ സ്റ്റേറ്റ്, GCC മറ്റ് പുറം രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ NRK അബ്രോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അല്ലാത്തവർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് അതേ രൂപത്തിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. പിന്നെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ വാട്സപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു, യെസ് കൊടുക്കുക. വാട്സപ്പ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. വിദേശത്തെ നമ്പറാണെങ്കിൽ വിദേശത്തെ കോഡ് സെലക്ട് ചെയ്ത് നമ്പർ അടിച്ചു കൊടുക്കുക. ഇന്ത്യയിലെ നമ്പറാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇന്ത്യയിലെ നമ്പർ അടിച്ചാൽ മതി. പിന്നെ ഒരു ഇമെയിൽ അഡ്രസ്സാണ് വേണ്ടത്. പിന്നെ അങ്ങനെ നമ്മൾ നമ്പർ കൊടുത്ത് വാട്സാപ്പ് നമ്പർ കൊടുത്താൽ നമുക്കൊരു OTP വെരിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ രജിസ്റ്റർ ആ മൊബൈൽ നമ്പറിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിൽ വാട്സാപ്പിലേക്ക് ഒരു OTP വരും, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു OTP വരും. അത് നമ്മളതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ തുടർന്ന് ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് നമുക്ക് പിന്നെ ഉള്ളത് പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ്. നമ്മൾ 8 അക്കമുള്ള പാസ്വേഡാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ 8 അക്കമുള്ള പാസ്വേഡ് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുത്താൽ നമ്മൾ ഇങ്ങനെ ഒരു സൈൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ നമ്മൾ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ്, നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ആ ഇമെയിൽ അഡ്രസ്സോ കൊടുത്ത് നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്താൽ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് എത്തും. നമ്മൾ
നെക്സ്റ്റ് പേജിൽ നമുക്ക് അതിൻ്റെ സർവീസ് പേജിലേക്കാണ് എത്തുന്നത്. സർവീസ് കാണിക്കുന്നുണ്ട്. അതിൽ നോർക്ക ID കാർഡ് NPIRI എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് കിടക്കും. ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്നത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, മിഡിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, കറണ്ട് വാലിഡ് പാസ്പോർട്ട് നമ്പർ, കൺട്രി ഓഫ് റെസിഡൻസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി, പിൻകോഡ്, പെർമനൻ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇത്രയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കറക്റ്റ് നമ്മൾ പാസ്പോർട്ടിൽ ഉള്ള അതേ രൂപത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. തെറ്റരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഓഫീസ് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഡെസിഗ്നേഷൻ, അതായത് നമ്മൾ എന്താണ് ജോലി എന്നുള്ളത്, ഏത് കൺട്രി ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നെയിം ഓഫ് സ്പോൺസർ നെയിം, കമ്പനി അഡ്രസ്സ് കൊടുക്കുക. പിന്നെ നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്തെ അഡ്രസ്സ്, കൺട്രി, ലാൻഡ്മാർക്ക് സെലക്ട് ചെയ്യുക. പിന്നെ ഫാമിലി ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. നോമിനി ആരാണോ അവരെ പേര് നമ്മൾ ആധാറിൽ ഉള്ള അതേ രൂപത്തിൽ സെലക്ട് ചെയ്യുക. റിലേഷൻ സെലക്ട് ചെയ്യുക. വയസ്സ് സെലക്ട് ചെയ്യുക. പിന്നെ റെസിഡൻസ് ടൈപ്പ് കേരളൈറ്റ് ആണോ അല്ല പുറത്താണ് അബ്രോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എംപ്ലോയിഡ് ആണോ അൺഎംപ്ലോയിഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പറും കൊടുക്കുക. താഴെ കാണുന്ന കോളത്തിൽ ടിക്ക് മാർക്ക് ചെയ്ത് നോമിനി എന്നുള്ളത് കൺഫേം ചെയ്യുക. തുടർന്ന് നമുക്ക് എത്ര ആളെ വേണമെങ്കിലും അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. പാസ്പോർട്ട് നമ്പർ, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, എക്സ്പയറി ഡേറ്റ്. പാസ്പോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പാസ്പോർട്ടിൽ നോക്കി കൃത്യമായി രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ വിസ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. വിസ നമ്പർ, ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ, എക്സ്പയറി ഡേറ്റ്, ഡേറ്റ് ഓഫ് അറൈവൽ, കൺട്രി ഓഫ് വിസിറ്റ്. നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ വിസിറ്റ് ചെയ്തിരിക്കണമെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഡ്യൂറേഷൻ ഓഫ്, അത് എത്ര മാസം അവിടെ പോയി എന്നുള്ളത് അതൊക്കെ ഓപ്ഷണലായിട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തതായി വരുന്നത് ആപ്ലിക്കേഷൻ ആൻഡ് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇന്ത്യയിലെ ബാങ്ക് ഡീറ്റെയിൽസ് ഉള്ളവർക്ക് ഓപ്ഷണലാണ്. അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് നമ്മൾ എഗ്രി ചെയ്താൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അവിടെ നമുക്ക് നേരത്തെ കൊടുത്ത ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ അവിടെ കാണാം. പാസ്പോർട്ട് ഡീറ്റെയിൽസ് അവിടെ കാണാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വിസ അല്ലെങ്കിൽ ഇക്കാമ, റെസിഡൻറ്റ് പെർമിറ്റ്. ഇതാണ് നമ്മൾ ഇനി ആഡ് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ അതിൽ പോയിട്ട് ആഡ് ചെയ്ത് നമ്മൾ അഗ്രി കൊടുത്താൽ അടുത്ത നമ്മളെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് റിവ്യൂ കാണിക്കും. അതിൽ നമ്മൾ ഫുള്ള് വായിച്ച് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി ഫുള്ള് കാണിക്കും. എത്രയാണ് ഫീസ് എന്ന് വരുന്നത് കാണിക്കും. ഇത് ഫീസ് ഞാൻ ചെയ്യുന്നത് ഇൻഷുറൻസിൻ്റെ ഫോമിലാണ്. ഇതേ സെയിം ആണ് ID കാർഡിനുള്ളത്. ഇത് ഈ ഫീസിൻ്റെ അവിടെ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. നമ്മൾ അത് കാണിച്ച് ഓക്കെ ആണെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം നോക്കി നമ്മൾ ക്ലിയർ ആണെങ്കിൽ അടിയിൽ അഗ്രി എന്നുള്ള ബട്ടൺ ടിക്ക് ചെയ്ത് പ്രൊസീഡ് ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജാണ് വരുന്നത്. പേയ്മെൻറ്റ് പേജിൽ നമ്മൾ പ്രൊസീഡ് ടു പേ എന്നുള്ളത് തിരഞ്ഞെടുക്കുക.
അപ്പോൾ പ്രൊസീഡ് ടു പേ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് വഴിയാണോ, നെറ്റ് ബാങ്കിങ് വഴിയാണോ, UPI വഴിയാണോ, വാലറ്റ് വഴിയാണോ എങ്ങനെയെന്നുള്ളത് കാണിക്കും. ഞാനിവിടെ UPI ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. UPI QR കോഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് UPI ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ QR കോഡ് സ്കാൻ ചെയ്ത് ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. സക്സസ്ഫുള്ളാണ്. അപ്പോൾ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു റെസിപ്റ്റ് കാണിക്കും.